എല്ലാ വാപ്പച്ചിന്റെ പൊന്നുകുട്ടിയോട് വാപ്പച്ചിന്റെ പെണ്ണുകുട്ടിയോടെ മനസ്സിലായ വാപ്പച്ചിനെ വാപ്പച്ചി ബേബിനെ എടുത്തോട്ട് വന്ന് ഒന്ന് ബേബിനെ എടുത്തോട്ടെ. വേണ്ടാന്ന് എന്റെ പാശുനെ സുന്ദരി വാവയ്ക്ക് സുന്ദരി വാവയ്ക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വാവയും വലിയ വാവയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫെല്ല ബേബിയും കുഞ്ഞു ബേബിയൊക്കെ കാണിച്ചു തരാം. കുഞ്ഞു വാവ നല്ല ഉറക്കത്തിലാണ്. രാത്രി മുഴുവൻ ആരെയും ഉറക്കാതെ രാവിലെ മൊത്തം കിടന്നുറങ്ങുക. എന്നിട്ട് 12 മണിയാകുമ്പോൾ എണീക്കുക. എന്നിട്ട് രാവിലെ സുബഹി വരെ കരയുക. ഇതൊക്കെയാണ് നമ്മളെ ഹോബീസ്. ഇതാ ഇവിടെ ഒരാളിതാ വരുന്നത്. വാപ്പച്ച് വരുന്നത് അറിയൊന്നുമില്ല കേട്ടോ. പറഞ്ഞാലും മനസ്സിലാവാത്ത പ്രായമാണ്. എന്തായിരിക്കും എന്നറിയില്ല റിയാക്ഷൻ. അവളോട് പറയണ്ടെന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഫെല്ലനോട് വാപ്പച്ചി വരുന്നോന്ന് പറയണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം മനസ്സിലാവൂല്ലേ? അവൾക്ക് മനസ്സിലാവില്ല. 2 വയസ്സല്ലേ ആവണുള്ളൂ. അപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മുടെ ഫെല്ല ബേബീൻ്റെ എന്താണ് ആരോടാ ചോദിക്കണേ 2ാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അതിൽ പങ്കെടുക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ സത്യം പറഞ്ഞാൽ സെലിബ്രേഷനൊന്നും വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. ഒന്നാമത് സാമൂഹ്യമില്ലാത്തതുകൊണ്ട് ഒരു രസമില്ലായിരുന്നു. പിന്നെ വിചാരിച്ചു ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ പിന്നെ ഇന്നലെയാണ് പറയുന്നത് ഞാൻ അവളെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് നാട്ടിൽ വരുന്നുണ്ട്. വെറും 4 ദിവസത്തേക്ക് മാത്രം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്, എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ. ഇനിയിപ്പോൾ സാമുക്ക് വന്ന സ്ഥിതിക്ക് ഇനി വാണിയന്നൂരാവുമോ അന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഔട്ട്ഡോർ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ എക്സിക്യൂട്ട് ചെയ്യും ഇൻഷാ അല്ലാ. നാളെ ഒരു അടിപൊളി സെലിബ്രേഷനൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ബെല്ലടിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അവളെ റിയാക്ഷൻ എന്താണെന്നുള്ളത്, ഫെല്ലൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. റിയാക്ഷൻ വല്ലതും ഉണ്ടാവുമോ എന്ന് പഠിച്ചവനക്കറിയാം. വാപ്പച്ചിനെ കാണാതെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ഫോൺ കിട്ടിയാലും റിമോട്ട് കിട്ടിയാലൊക്കെ ഹലോ വാപ്പച്ചി എന്നാണ് ഫോൺ ചെയ്യലും. എന്താണ് മിഠായി വേണമെന്ന് പറയലും ജംസ് വേണമെന്ന് പറയലൊക്കെയാണ്. ഇനി കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ 2 തവണ സർപ്രൈസ് ആയിട്ട് വന്നപ്പോഴും അവൾ കിടന്നുറങ്ങിയിരുന്നു. അതുകൊണ്ട് തവണ ഉറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത്, ഉച്ചയ്ക്ക് വേഗം കെടുത്തി ഉറക്കി. അപ്പോൾ ഈ നേരത്തെ ഉറങ്ങൂലല്ലോ. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ പോകാനുണ്ട് എന്നുള്ള ഇതിൽ നിൽക്കുക തന്നെയാണ്. ഫെല്ല എവിടെ പോണത്? ഫെല്ല ഹൈ വികൃതി കാണിക്കരുത്. എവിടെ പോണത്? ഷീന സോറി പറ പിന്നെ പാവല്ലേ ഞങ്ങൾ പോകുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഞാൻ പോരാ. സന്തോഷമുള്ളൂ. ഞങ്ങൾ പോണ സങ്കടം ഉണ്ടാ? പോണ സങ്കടം നാളെ വരുന്നുള്ള ഒരു സമാധാനമല്ലേ? നാളെ ഇങ്ങോട്ട് വരുമല്ലോ. ഇവിടെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പരിപാടി. നോക്കട്ടെ, മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ നാളെ രാവിലെ വരുമല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുക. രാവിലെ അല്ല, ചിലപ്പോൾ ഉച്ചയൊക്കെ ആവും വരാൻ. രാത്രിയാണ് പരിപാടി വിചാരിക്കുന്നത്. അല്ലെ വൈകുന്നേരം. ഞാൻ ഒറ്റക്കാവുമ്പോ പോകുമ്പോ ആർക്കും സങ്കടം ഇല്ലായിരുന്നു. നമ്മളൊന്നും ആർക്കും വേണ്ടാലോ. ഞാനിങ്ങനെ ഇവിടെ വരും, 1 മാസം നിന്ന് പോവും. ആർക്ക് എന്ത് ഇപ്പൊ കുട്ടികളുണ്ടായപ്പോ എല്ലാരും പോകുമ്പോ സങ്കടം എല്ലാവർക്കും. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നിന്ന് പോകുമ്പോ എല്ലാരും കരഞ്ഞ്. ഓർമ്മ ഉണ്ടാ? ആരൊക്കെ റിജാമി ബോബിയൊക്കെ കരഞ്ഞിരുന്നു അല്ലേ? ഞാൻ അന്ന് കുറേ ദിവസം നിന്നിരുന്നു. അങ്ങനെ
ആ അത് കുറേ ദിവസം നിന്ന് പോയി ആ സമയത്ത് ഞാൻ ഏതൊരു വീഡിയോയിൽ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടത്. ഇവരെല്ലാരും കരഞ്ഞിരുന്നു ഞാൻ പോയിട്ട്. അതുപോലെ എല്ലാം പോയിട്ട് ഇവളിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നപ്പോൾ കുറച്ച് മുമ്പ് ഫെല്ലന്റെ വീഡിയോ കണ്ടിട്ട് ഇന്നലെ തന്നെ കരച്ചിൽ തുടങ്ങിയിരിക്കണത്ര. ഇന്നും മിക്കവാറും ഉണ്ടാവും. അവർ രണ്ടുപേരല്ലേ ഇവളെ മെയിനായിട്ടുള്ള ആൾക്കാർ. എന്തിനാണ് മാറ്റിയിരിക്കണത്? റെഡി ആയിക്കണത്? എവിടേക്കാ പോണേ? എന്തിനാ റെഡി ആയിക്കണത്? മഞ്ഞൊക്കെ ഇട്ടിട്ട് രണ്ടാളും എവിടെ പോവാണ് ഫെല്ല? വാപ്പച്ചിന്റെ അടുത്തേക്ക് പോവാ? വാപ്പച്ചി എവിടെയുള്ളത്? ഷൂ എന്ന് പറഞ്ഞിട്ട് പോവൂലേ ഫ്ലൈറ്റില്? എവിടെയാണ് വാപ്പച്ചി ഉള്ളത്? അതേത് ഭാഷ? അല്ലയില്ലല്ലേ? എവിടെയാണ് വാപ്പച്ചി ഉള്ളത്? മരുന്ന് വാങ്ങാനാണ് ഇപ്പൊ വല്ലീൻ കൊണ്ട്. എന്ത് നല്ല പോലെ സംസാരിക്കണ കുട്ടി. വീഡിയോ ഓൺ ചെയ്തപ്പോ ഒന്നും മനസ്സിലാവണില്ല. വാപ്പച്ചി എവിടെയുള്ളത്? അതെന്താടി കുട്ടി വാപ്പച്ചി വരാനായപ്പോ കുട്ടിന്റെ സംസാരം ഇല്ലാതായ വെറുതെ കൊഞ്ചാണത്. സിയനാണോ അമ്മച്ചിനാണോ ഇഷ്ടം? ആരെ ഇഷ്ടം? പിന്നെ ആരെ ഇഷ്ടോ? ഒരു ഉമ്മ എന്ന രീതിയിൽ ഞാൻ വൻ പരാജയമായിരുന്നു. പമ്മി എന്ന് പറഞ്ഞാല് ഞാനാണ്, ഷംലി എന്നുള്ളത് പമ്പി എന്ന് അറിയാത്ത. പമ്പി നോ സിയാന്ന്. പമ്മിനെ വേണ്ടല്ലോ. സോറി. ആരാ വന്നിക്കണേ? ആരാ വന്നിക്കണേ? ടട്ടട്ടമ്മ ആരാ വന്നിക്കണേ? ഇച്ച വന്നിക്കണേ? ആരതാണോ ടട്ടട്ടെ? ബാബുവാ? വാപ്പാന്റെ പേര് വിളിക്കണടി. വാപ്പച്ചി എയർപോർട്ടിൽ നിന്ന് നേരെ വാണിയന്നൂർക്കാട്ട് പോയിട്ടുള്ളത്. അവിടെ ഉപ്പാനും ഉമ്മാനൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉമ്മ നല്ല വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് വരുമ്പോൾ അത് തന്നെ ഉണ്ടാക്കാറ്. ആൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം കേട്ടോ. അപ്പോൾ അത് കഴിച്ച് എല്ലാവരെയും കൂട്ടിയിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫെല്ലക്കുട്ടിയുടെ റിയാക്ഷൻ എന്താണെന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അപ്പോൾ ഇവിടെ വന്ന് ഫെല്ലക്കുട്ടീനെ ഞങ്ങളൊക്കെ കണ്ട് എല്ലാവരും കൂടെ വാണിയന്നൂർക്ക് പോകാമെന്നാണ് കേട്ടോ പ്ലാന്. താങ്കൾക്ക് ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ഈ സമയത്ത് പറയാനുള്ളത് തടി കൂടിയാലും വേണ്ടിയില്ല. 6 കിലോ കുറച്ചിട്ടാ വന്നത്. ആ 6 കിലോ തിരിച്ചു കയറിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ അവിടെ പോയിട്ട് ഇറക്കിക്കൊണ്ട് കേറട്ടെ. അങ്ങനെ കേറട്ടെ. ഇതിന്റെ കറി കംപ്ലീറ്റ് ആക്കി ഞാൻ അടുത്തെടുത്ത്. ഈ കറിയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇത് തേങ്ങ അരച്ച് വറവിട്ട ഉമ്മാന്റെ സ്പെഷ്യൽ സിഗ്നേച്ചർ കറിയാണ് മക്കളെ. വീഡിയോ ഒക്കെ കുറച്ചത് അതെ. ഇതൊക്കെ വിടുവോ? ഇത് ഫോറിനുള്ള ഇവന്താ ഇപ്പോഴും ചെറിയ കൊച്ചു പയ്യനൊക്കെ. ഞാൻ അവനങ്ങനെ വളർത്താണ്. ഇഷ്ടമല്ല വലുതാവണത്. ഡാൻസ് പോയി രക്ഷിച്ചേട്ടാ. സൂപ്പർ ഡാൻസ്. ഫെല്ല ഒരു മുട്ടായി എനിക്ക് കിട്ടിയിക്കണ്. എനിക്ക് കള്ളം പറയാണ്. കിട്ടിയിക്കണ്. അബ്ബ പറഞ്ഞ മുട്ടായി കൊടുക്കണ്ടെന്ന്. അതോ അബ്ബ അവിടുന്ന് വാങ്ങി തരും. ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യുമല്ലേ? ഈ ലെഗ് പീസ് ഞാൻ എടുക്കട്ടെ. ഈ ലെഗ് പീസ് മുന്നേ നോട്ടിട്ട് വെച്ചാണ്. അത് മുന്നേ ഇവിടുന്ന് പോവാത്തത്. ആ കൊള്ളാം. അതെ നമ്മൾ സർപ്രൈസ് ആക്കാണ് പെല്ലനെ. ഞാൻ ഇങ്ങോട്ട്
അമ്മ മാറ്. ആരാ വന്നിക്കണേ? അതാരാ? എന്താ നമുക്ക് പോകാണ്ട് മമ്മമ്മ വന്നിക്കണേ. ആരാണ് 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 വിളിക്കണത്? ആരാ? അപ്പച്ചിന്റെ പൊന്നുകുട്ടിയോടെ അപ്പച്ചിന്റെ പെണ്ണുകുട്ടിയോടെ മനസ്സിലായ അപ്പച്ചിന് എനിക്ക് കൊന്നല്ലേ? ഇതാരാണ്? ബണ്ണി. ബണ്ണിന്റെ മുഖം എവിടെ? വാപ്പച്ചക്ക് അവ കവ്വ. ഫീൽ ചെയ്യും. നോന്ന് പാപ്പച്ചി ബേബിനെ എടുത്തോട്ടെ ഒന്ന് ബേബിനെ എടുത്തോട്ടെ. പോലെ അത് പപ്പനോട് കയറാൻ പറയും. പപ്പനോടെ സനക്കഥ ലിപ്സ്റ്റിക് ഇട്ടോ അതിനെനിക്ക് ഒന്ന് ടച്ചപ്പ് ചെയ്തോണ്ടിരുന്ന വലിയ ഉറങ്ങും ഉണരും. അങ്ങനെ നല്ല പോലെ ഒരു ഉറക്കം ഉറങ്ങിയിട്ടില്ല. പണ്ട് വീട്ടിലേക്ക് വരുമ്പോ ഒട്ടും മോശം വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. നാനു ഇതാരാ? നാനു ഇതാരാണ്? ഞാൻ പോയി തരട്ടാ. ഐസ്ക്രീം വാങ്ങാനൊക്കെ ഉണ്ട്. തനു വേണ്ട, വേണ്ട വേണ്ട. പോകും 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവാണ്. കുട്ടിനെ പിടിക്കുക. നീ പോട്ടെ.
അപ്പച്ചി ഞാൻ ഡ്രസ്സിലൊക്കെ ആക്കുവാ ഇതൊക്കെ വായിലിട്ടോ എല്ലാവർക്കും മിഠായി കൊടുത്താ സിയക്കല്ല സിയക്ക് ഫസ്റ്റ് ആർക്കാ എടുക്കുക ബൈ ബൈ, നാളെ വരാം. നാളെ വരാം. വലിയ എടുക്കട്ടെ അപ്പൊ വരൂല. ഇല്ല, എടുത്തോട്ടെ. കേക്ക് നാളെ മുറിക്കാം. നാളെ പോരീട്ടാ. മിസ് യു അപ്പൊ വരൂല. അവ വേണമെങ്കിൽ തരാം. എന്നാ അവിടെ നിന്നിട്ടാ ഞങ്ങൾ പോട്ടെ. ടാറ്റാ. ഒന്നുമില്ലേ ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. എല്ലാവർക്കും 5 ദിവസത്തിന് ലീവാണ്. അല്ല നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. മകൻ നിങ്ങളോട് കേറാന് ഫെല്ലോടെ 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 അപ്പൂശ ഫെല്ലിനെ കാണാനില്ലല്ലോ. ഫെല്ലോടെ പ്രസന്റ് പറ. പ്രസന്റ് പറ. പ്രസന്റ് പറയും. പ്രസന്റ് അറിയില്ല. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉപ്പാനും ഉമ്മാനും കാണിച്ചു കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നല്ലാണ്ട് വീട്ടിൽ വന്ന് നിന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ 90 കഴിഞ്ഞ് വന്ന് നിൽക്കാനായിരുന്നു പ്ലാൻ. അതിനിടയ്ക്ക് സാമുക്ക് വന്നപ്പോൾ അതാ ഞങ്ങളിങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ മുന്ന, സന, ഉപ്പ, ഉമ്മ എല്ലാവരും ഉണ്ട്. നെസ്സി ഇല്ല കേട്ടോ. നെസ്സിക്ക് എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. നാളത്തെ ബർത്ത്ഡേ സെലിബ്രേഷനിലും അവളുണ്ടായിരിക്കില്ല. അത് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന മാക്സിമം ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. ഏകദേശം 1 മാസത്തിന് മുകളിലായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, ലല്ലബയിലായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ചുമ്മാ അവിടെ ഇരിക്കുകയാണ്. കുഞ്ഞിനെ നോക്കിയാൽ മാത്രം മതി. അങ്ങനെയല്ലല്ലോ വീട്ടിൽ വന്നാലുള്ള അവസ്ഥ. അപ്പം അതിങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. എന്തായാലും ഒന്ന് റെസ്റ്റ് എടുത്ത ശേഷം യൂട്യൂബ് വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാന്. അപ്പോഴേക്കും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ പോയി ഷംലി മിസ് ചെയ്യുന്നുണ്ടല്ലോ, വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ മാക്സിമം ഇനി വീഡിയോ ചെയ്യാൻ ശ്രമിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാമക്കുള്ള സ്ഥിതിക്ക് എന്തായാലും ഞാൻ ചെയ്യും. അത് കഴിഞ്ഞാലുള്ളത് ഇൻഷാ അല്ലാഹ് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തിയപ്പോൾ പിള്ളേർ പെട്ടി തുറക്കാനുള്ള ആകാംക്ഷയിലാണ്. അപ്പോൾ ആ വീഡിയോയും എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.